നമ്മൾ ഒരു സീരീസ് പോലെ തുടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ഒരു വെബിനാർ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളുടെ വിഷയം തന്നെ പാരന്റിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനൊരു ആദ്യത്തെ ഒരു സെഷൻ എന്നുള്ള രീതിയിൽ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു സെഷനിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ നമ്മളുടെ സെഷൻ എടുക്കാൻ വന്നിട്ടുള്ളത് നമ്മളുടെ റെമഡിയൽ ട്രെയിനറും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സോഷ്യൽ വർക്കറുമായിട്ടുള്ള ലിതു മാമാണ്. എന്തായാലും നമ്മൾ ജോയിൻ ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, എല്ലാവരും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എന്തായാലും തുടങ്ങാം അല്ലേ മാം? മാം ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്. ഞാൻ ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ല എല്ലാവർക്കും? അപ്പോ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു ഫറാൻ. ഓക്കെ, ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതില് ഇപ്പം ഉള്ള ആളുകളുടെ മുഖമൊന്നും എനിക്ക് കാണുന്നില്ല. അപ്പം കഴിയുന്ന ആളുകളും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നന്നായിരുന്നു. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തോളൂ. ഓക്കെ, അപ്പം ചില കാര്യങ്ങൾ നമ്മളൊരു ഇന്ററാക്റ്റീവ് മോഡിൽ പോകേണ്ടി വരും. കാരണം ഇപ്പൊ ഉള്ളൊരു സിനാരിയോയില് പാരന്റ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിനനുസരിച്ച് എനിക്കും സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. സൗണ്ട് കുറവാണോ? ഓഡിബിൾ ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കറിയപ്പോ ഇതിൽ ചിലപ്പോൾ ട്രെയിനേഴ്സ് ഉണ്ടാവും അല്ലെ? പാരന്റ്സ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷൻ നമ്മൾ പാരന്റ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ പല ആളുകളുണ്ട്. അപ്പൊ കുട്ടികൾ ആരും ഇല്ലല്ലോ ഈ ഒരു സെഷനിൽ? കുട്ടികൾ ആരും കേറിയിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓരോ ജനറേഷൻ അനുസരിച്ചും ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ പ്രശ്നങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോവാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ സ്കിൽസ് എങ്ങനെ ആസ് എ പാരന്റ് നമ്മുടെ സ്കിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇഷ്യൂസ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇപ്പൊ ഉള്ളത് പോലെ തന്നെ മുൻപത്തെ ജനറേഷനിലും അതിന് മുന്നത്തെ ജനറേഷനിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇഷ്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഫറാൻ സ്ലൈഡ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇപ്പൊ നമ്മൾ പല ടൈപ്പ് പാരന്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ, ഇപ്പൊ ജനറേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ജനറേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? ഇതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത ഡീറ്റെയിൽസിലേക്ക് പോണോ? ജെൻസി അല്ലെങ്കിൽ ജനറേഷൻ ആൽഫ, ബീറ്റ എന്നൊക്കെയുള്ള ടേംസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. കുറച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട് മാഡം. കുറച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, യെസ് യെസ്. ഓക്കെ, യൂസ് ചെയ്യുന്ന ആളുകൾ യെസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് നോ എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. കാരണം എനിക്ക് നിങ്ങളുടെ ഒരു പൾസും കൂടെ അറിയണം. ഓക്കെ, ശരി. ഇപ്പൊ നമ്മൾ ജെൻസി എന്ന് പറയുന്നത് ഇപ്പം ഒരു 13 ഇയേഴ്സ് മുതൽ ഒരു 28 ഇയേഴ്സ് വരെയുള്ള അല്ലെ, 28 വയസ്സ്, 13 വയസ്സ് മുതൽ ഒരു 28 വയസ്സ് വരെയുള്ള ആളുകളാണ് നമ്മൾ ജെൻസി അല്ലെ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറെ പ്രത്യേകതകളുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് എന്നുള്ള കാര്യങ്ങള് അല്ലെ, ഇന്റർനെറ്റ്, ഇപ്പം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ജനറേഷനിലേക്ക് വരുമ്പോൾ, ജനറേഷൻ ആൽഫയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിച്ചിട്ടുള്ളത്? ഈ പറഞ്ഞതുപോലെ തന്നെ അവരും ഈ ഒരു ഐപാഡ്, ഫോൺ അല്ലെ, സ്ക്രീൻ, ഈ ഒരു യുഗത്തിൽ തന്നെയാണ് ഇവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ജനറേഷന്റെ ഓരോ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഡിഫറൻസിനനുസരിച്ചാണ് നമ്മൾ അവരെ ഡീൽ ചെയ്യേണ്ടത്. ഈ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ജനറേഷന് അനുസരിച്ചുള്ള ഇഷ്യൂസ് ഇവരുടെ നമ്മുടെ പാരന്റിങ്ങിനനുസരിച്ച് നമുക്ക് കുറെ മാനേജ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ എനിക്കിപ്പോ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള കറണ്ട് ഇഷ്യൂസ് എന്തൊക്കെയാണ്? നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളിൽ കാണുന്നുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി. കറണ്ട് ഇഷ്യൂസ് ഇപ്പോ എന്റെ ഒരു അഭിപ്രായത്തില്, ഞാൻ ചെറിയ ക്ലാസ് എടുക്കാറുണ്ട്,
ഉണ്ട്. എൻ്റെ ഒരു അനുഭവത്തില് ഇപ്പൊ കുട്ടികൾക്ക് ഗ്യാപ്പ് കുറവാണ്. ഒരു സംബോധിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് വേണം. ഓക്കെ. ഹലോ, ഈ നമ്മൾ പറയാറുണ്ട് ഇമ്പൾസീവ് റിയാക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. എന്ത് സാധനം പണ്ട് കാലങ്ങളൊക്കെ നമുക്ക് ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാല് 10ാം ക്ലാസ് കഴിഞ്ഞാൽ വാങ്ങിത്തരാം, +2 കഴിഞ്ഞാൽ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ നമുക്ക് ക്ഷമ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആ ക്ഷമ കിട്ടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കണ്ടത്, ഞാൻ ഏത് സദസ്സിലും അത് പറയാറുണ്ട്. ഇന്നത്തെ കുട്ടികൾ മാത്രല്ല, നമ്മളും ഒരു നെഗറ്റീവ് ഹീറോയിസ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രചരിക്കപ്പെടുന്നത് നെഗറ്റീവാണ്. നമ്മൾ SLC +2 ജയിച്ച SLC റിസൾട്ട് വരാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ +2ന്റെ റിസൾട്ട് വരാൻ കാത്തുകയാണ്. നമ്മളെ നാട്ടിലെ സ്കൂളിൽ ഫുൾ A+ ഉള്ള കുട്ടികളെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഒരു ലൈക്ക് അടിക്കും. നേരെ മറിച്ചിട്ട് നമ്മളെ നാട്ടിൽ തന്നെ സ്കൂളിന്റെ ബാക്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഷെയറും ചെയ്യും. ഇത് രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അതോടെ അത് തീർന്നു. പക്ഷെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു. അപ്പം മറ്റുള്ള ആളുകൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒന്ന് ക്ഷമ കുറവാണെന്നുള്ളത് പറഞ്ഞു അല്ലെ? ക്ഷമ കുറവാണ്. അതേപോലെ തന്നെ അറ്റൻഷൻ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം. ഇമ്പൾസിവിറ്റി. ഓക്കെ, പിന്നെ തോന്നിയിട്ടുള്ള ഭയങ്കര സൗണ്ടിൽ പ്രതികരിക്കുക, അതായത് സൗണ്ടിൽ പെട്ടെന്ന് പ്രതികരിക്കുക. അതായത് നമ്മൾ എന്തിനു സമൂഹത്തിന് വിലമതിക്കണം എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് എനിക്ക് ന്യൂ ജനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണ്, പക്ഷെ അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ലൗഡ്ലി. താങ്ക് യു. അതേപോലെ തന്നെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതേപോലെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമാണ്. എനിക്കിത് പെട്ടെന്ന് റീഡ് ചെയ്ത് ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യാം. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കാണുന്ന, TV-യിൽ കാണുന്ന ന്യൂസ് ഒക്കെ കേട്ടിട്ട് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ പേടിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിലേക്ക്, അതായത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്റെ കുഞ്ഞു അങ്ങനെയാവോ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ കാണുന്നത് അപ്പൊ എന്റെ കുഞ്ഞ് അങ്ങനെയാവോ എന്ന് ചിന്തിച്ച് ചിലപ്പോൾ നമ്മൾ കൂടുതൽ റൂൾസ് അല്ലെങ്കിൽ കൺട്രോൾ ഒക്കെ കുഞ്ഞിന്റെ മുകളിൽ വെക്കും. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് കാണിക്കുന്ന, അതായത് കുഞ്ഞിനെ നമ്മൾ പഠിച്ചാൽ മതി. ഓരോ വീടുകളിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കുട്ടി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ റെസ്പോൺസിബിലിറ്റി, ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് പോസിറ്റീവ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ വോണ്ട് ആക്സെപ്റ്റ് നോ, ഓക്കെ, ശരിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞത് കൂടാതെ ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ അല്ലെ, ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് കാണുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഇഷ്യൂസ് കാണാം. അതേപോലെ തന്നെ അക്കാഡമിക് ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ നോട്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ ഒരു ഇഷ്യൂസ് ആയിട്ട് നമുക്ക് കാണാനും ഇതൊക്കെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സെൽഫ് കൺട്രോൾ ഇല്ലാതെ പെരുമാറുക എന്നുള്ളത്. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഓൾറെഡി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര ഇഷ്യൂസ് ഉണ്ട് എന്നതിനേക്കാളും നിങ്ങൾ എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നോ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ഇതിന്റെയൊക്കെ കാരണങ്ങളായിട്ട് ഇതിന്റെ ഒരു കോസസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് പറയാൻ പറ്റുക? എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾ ഇങ്ങനെ എന്നുള്ളതിന് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ആഡ്, ഇപ്പൊ ഞാൻ പറയുന്നതല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പം ഇതിലേക്ക് കുഞ്ഞുങ്ങളെ എത്തണമെങ്കിൽ ഇപ്പൊ സ്ക്രീൻ അഡിക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു. അപ്പം കൂടുതലും അവര് എക്സ്പോഷർ കൂടിയിട്ട് ടെക്നോളജിയിൽ ഓവർ എക്സ്പോഷർ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക കേസുകളിലും പാരന്റ്സ് പറയുന്നത്, ഇപ്പൊ 10 കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 8 കേസിലും പാരന്റ്സ് പറയുന്നത് കൂടുതലായിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മൾ റീൽസ് ആണെങ്കിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാകും അല്ലെ. കുട്ടികളാണെങ്കിലും ഇപ്പം ഷോർട്സ് ഒക്കെ കാണുന്ന, അപ്പൊ ഒന്ന് കണ്ടു അല്ലെ, അടുത്തത് കണ്ടത്, ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആണ്. അപ്പൊ അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ എന്തില്ല,
ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു അറ്റൻഷൻ ഒക്കെ കുറയാണ് ചെയ്യുന്നത്. അപ്പം റീൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു 1 hour ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണുന്നതിനേക്കാളും പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാൻ അടുത്തതിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ ഓവർ എക്സ്പോഷർ ഒരു റീസൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇപ്പൊ ലാക്ക് ഓഫ് ഒരു ഇമോഷണൽ ബോണ്ടിങ് എന്ന് പറയില്ല, പാരന്റും കുട്ടിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഇതിനൊരു റീസൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നില്ല. അപ്പൊ നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും അത് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട രീതി, അതിലുണ്ടാവുന്ന പ്രയാസങ്ങളൊക്കെ ഇതിനൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ പാരന്റ്സുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ, ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുറവാണ്. അതേപോലെ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ യെസ്, റെസ്പെക്ട് തീരെ കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശരി. റിയാക്ട് ചെയ്യും, നേരത്തെ ഒരു പാരന്റ് പറഞ്ഞതിലുള്ള ഒരു പോയിന്റ് ആണ്, അവര് റെസ്പോണ്ട് ചെയ്യല്ല, റിയാക്ട് ചെയ്യുന്നതാണ് എന്നുള്ളത്. അപ്പൊ പല സാഹചര്യങ്ങളോടും നമ്മളും അല്ലെ പലപ്പോഴും ചെയ്തു പോരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നടക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച്, നമുക്കൊരു കുറച്ചൊരു ടൈം കിട്ടിയാൽ നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ട് നല്ലൊരു രീതിയിൽ ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യും. പക്ഷെ പെട്ടെന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിലായിരിക്കും നമ്മളും പ്രതികരിക്കും. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് പോവാന്നുള്ളത്. അപ്പൊ ഇതും കുഞ്ഞുങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ അവരെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ ഒബ്സർവ് ചെയ്യുക, അവരെ വാച്ച് ചെയ്യുക. അപ്പൊ കുഞ്ഞുങ്ങളിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് നമ്മൾ വാച്ച് ചെയ്യുക. ഓരോ ഏജിനനുസരിച്ചും വ്യത്യാസപ്പെടും. ഇപ്പം 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി കാണിക്കുന്ന പോലെ ആയിരിക്കില്ല അപ്പൊ ഒരു 12 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ബിഹേവ് ചെയ്യുന്ന രീതി, കാര്യങ്ങളൊക്കെ. അപ്പൊ ഏജിനനുസരിച്ചുള്ള കാര്യങ്ങള്, ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പൊ ടീനേജേഴ്സിനെ ഡീൽ ചെയ്യുമ്പം പെട്ടെന്ന് ഉണ്ടാവുന്ന, ഇപ്പൊ ചിലപ്പോ പാരന്റ്സ് പറയും ഇപ്പം 1 മാസമായിട്ട് കുട്ടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് കുട്ടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന് മാത്രം കാണിച്ചിട്ട്, അല്ലെങ്കിൽ 1 വർഷമായിട്ട് ഇങ്ങനെയാണ്. അപ്പൊ അതായത് കുഞ്ഞിനുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും നമുക്ക് കൃത്യമായിട്ട് എടുത്ത് പറയാൻ പറ്റണം ഏത് സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ചോദിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞ് ഏത് വയസ്സിലാണ് നടന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഏത് വയസ്സിലാണ് സംസാരിച്ച് തുടങ്ങിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റും അല്ലെ. ഏത് വയസ്സിലാണ് ഈ ദേഷ്യം കാണിച്ചു തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് പണ്ട് മുതലേ അങ്ങനെയാണ് എന്നുള്ളതായിരിക്കും. അതായത് ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അല്ലെ. ഒരു ഗ്രാഫ് ഇങ്ങനെ കയറി വരുന്ന രീതി ആദ്യം ചെറുതായിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുള്ളൂ, അത് വളർന്ന് വലുതായിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഓരോന്നും നമ്മൾ ഒബ്സർവ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതോടൊപ്പം ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ് ഈ ഒരു ഡ്രഗ്സിന്റെ ഒക്കെ ഒരു യൂസ് അല്ലെ. നമ്മളിപ്പം കേൾക്കുന്നുണ്ട്, ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം സ്ക്രീൻ അഡിക്ഷൻ ഒക്കെ പോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഡ്രഗ്സ് എന്നുള്ളൊരു കാര്യം. അതും കൂടെ ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഹോം സിനിമ കണ്ടിട്ടുണ്ടോ? ഹോം എന്നുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യോ? കണ്ടിട്ടില്ല, ഹോം കണ്ടിട്ടില്ല. ഹോം അല്ലേ പേര്? യെസ്. നസ്ലിൻ ഒക്കെ ഉള്ളത്, അതില് നസ്ലിൻ കാണിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട് അല്ലെ. അതെന്തായിരുന്നു എന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ആസ് എ പാരന്റ് നിങ്ങൾക്ക് മനസ്സിലായി? നസ്ലിൻ കാണിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട്. അത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് ആ സമയത്ത് എന്താ മനസ്സിലായത്? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നാണോ? അല്ലല്ല, മനസ്സിലായതാണ്. ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നത്. ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു രീതി അല്ലേ. അപ്പൊ ബോബ് മാർലിനെ എന്തോ കാണിക്കുമ്പോഴാണ് തോന്നുന്നു, ആ ഒരു പടം കാണിക്കുമ്പോ ആരാന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ എന്തോ കാണിക്കും. അതാണ്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യാന്ന് പറയുമ്പം ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പല ടെക്നിക്കൽ ടേംസും യൂസ് ചെയ്യും അല്ലെ. അസുഖങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഓരോ ടെക്നിക്കൽ ടേംസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ചില ആക്ഷൻസും കോഡ് ഭാഷകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു ടീനേജിലുള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കെയർഫുൾ ആയിരിക്കണം. അപ്പൊ പലതും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല.
ഇപ്പൊ അതിന് ഇപ്പൊ MDMA എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ, ജോയിന്റ് ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഡ്രഗ്സിന്റെ പേരുകളൊക്കെ അറിയോ? ഏതൊക്കെ ഡ്രഗ്സിന്റെ പേരറിയാം? ഡ്രഗ്സ് കേട്ടിട്ടുള്ളതേ ആ 3 തരത്തിലാണ്. ഓക്കെ. അല്ല, നമ്മൾ ഭയങ്കര ക്ലാസ്, അതായത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് പേരുകളൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. പറഞ്ഞത് ഒന്ന് പ്രകൃതിപരമായിട്ടുള്ളതും, ഒന്ന് പിന്നെ കെമിക്കൽ പരമായിട്ടുള്ളതും, ഒന്ന് പ്രകൃതിയും കെമിക്കലും അടങ്ങിയതും. ഈ 3 തരത്തിലാണ് ഉള്ളത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് പ്രകൃതിപരമായിട്ടുള്ളതാണെങ്കിൽ കഞ്ചാവ് തുടങ്ങിയ പിന്നെ കെമിക്കൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, MDMA പോലത്തുള്ളത്. പിന്നെ 2 പാടം മിക്സ് ചെയ്ത് തന്നെ ചരസ് അങ്ങനെ തുടങ്ങിയ ഓരോ വരുന്നത്. ഓക്കെ. അപ്പം ഇതില് പലപ്പോഴും പാരന്റ്സിൽ മനസ്സിലാവാതെ പോകുന്ന കാര്യങ്ങൾ, കുട്ടികൾ ഇങ്ങനെയുള്ള ടേംസ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ആ ടീനേജേഴ്സിന്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യും. ഇപ്പം MDMA യൂസ് ചെയ്യുന്ന ആള് ഇപ്പൊ ലൈൻ ഇടുക, അല്ലെങ്കിൽ ഡോട്ട് ഇടുക, അല്ലെങ്കിൽ ഫ്യൂം, അല്ലെങ്കിൽ സ്കോർ, ഇങ്ങനെയുള്ള ടേംസ്. ഇപ്പൊ പല ആളുകൾ ഇപ്പൊ കല്ലടിക്കുക, ഇങ്ങനെയുള്ള ടേംസ് അവരുടേതായിട്ടുള്ള കുറച്ച് ഭാഷകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ യൂസ് ചെയ്യുക. അപ്പൊ കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ചിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ, അതായത് നമ്മുടെ കുഞ്ഞ് ഉപയോഗിക്കുന്നില്ല, പക്ഷെ കൂടെയുള്ള കുട്ടികളിൽ ഇതുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ഫോൺ കോൾസിലും, അതായത് അവരെ പുറകെ നടന്ന് വാച്ച് ചെയ്യുക എന്നതിനേക്കാളും കുറച്ചും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ സയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യണം, ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റണം. അപ്പൊ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. കഴിയുന്നതും അവര് ഇപ്പം ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികൾ, ഇപ്പൊ കുട്ടികള് ഒരു ടീനേജിലെ കുട്ടികൾ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ ഫോണിൽ എന്തൊക്കെയായിരിക്കും കാണുന്നുണ്ടാവുക? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ. നിങ്ങളുടെ അറിവിൽ അവരെന്തൊക്കെയായിരിക്കും കാണുന്നുണ്ടാവുക? ടീനേജ് ആണ് ഞാൻ പറയുന്നത്. അതായത് നമ്മള് പലപ്പോഴും സ്ക്രീൻ, അതായത് അവർ കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്രയും വലിയൊരു സാധനം, അതായത് ഇത്രയും ഒരു കൺട്രോൾ ഇല്ലാതെ പലപ്പോഴും കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഇപ്പൊ ഒരു ടീനേജർ ആണെങ്കിൽ അവര് ഏത് രീതിയിലായിരിക്കും അത് യൂസ് ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആമസോൺ എന്നൊക്കെ ആരൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഷോപ്പിംഗ്. ഓക്കെ, ഷോപ്പിംഗ് കാര്യങ്ങൾ, ഫ്രീ ഫയർ, ഗെയിം, BTS, കൊറിയൻ സോങ്സ്. ഓക്കെ. യെസ്. ഇതിലുപരിയായിട്ട് കുറച്ചും കൂടെ ഇപ്പം കേട്ടിട്ടുണ്ടാവുമല്ലോ ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ച്, അല്ലെ? കമ്മ്യൂണിക്കേഷൻ, അപ്പൊ ഗെയിംസ് ആണെങ്കിൽ തന്നെ ഓൺലൈനായിട്ട് അവർക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. അതായത് ഇന്ററാക്ഷൻ ഉള്ളൊരു ടൈപ്പ്, അല്ലെ? യെസ്, ഗെയിംസ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇപ്പൊ ഡേറ്റിംഗ് ആപ്സ് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളൊരു ഫോണൊക്കെ കൊടുക്കുന്ന സമയത്ത് കൂടുതലും നമ്മൾ ആ പാരന്റൽ കൺട്രോൾ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ നമ്മളെക്കാൾ കൂടുതൽ അറിവ് അവർക്കുണ്ട് എന്നുള്ളൊരു, അതായത് ഇപ്പൊ ക്ലിനിക്കിൽ വരുന്ന പല കേസിലും ഞാൻ ഫോണ്, അതായത് എൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയും രക്ഷിതാവും വന്നു കഴിഞ്ഞാല് അവർ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയും, ഒന്ന് ഞാൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യൂ, ഞാനൊരു മെറ്റീരിയൽ അയച്ചു തരാം, ഒന്ന് വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കാനുള്ളതാണ്. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, പാരന്റ് വേഗം കുട്ടീൻ്റെ അടുത്ത് അങ്ങ് ഫോൺ എടുക്കും. കാരണം എന്താ, ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാന്നുള്ളത് പാരന്റിന് കുറച്ചും കൂടെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഫോൺ വാങ്ങി പെട്ടെന്ന് തന്നെ അത് ചെയ്യും. അതായത് നമുക്കറിയില്ല എന്നുള്ളൊരു ധാരണയും കൂടെ, അതായത് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിന് പകരം ടാസ്ക് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി നമ്മൾ അവരെ ഏൽപ്പിക്കുന്ന ഒരു പ്രവണതയും കൂടെ കാണാറുണ്ട്. അപ്പം ഏതൊരു ഡിജിറ്റൽ ഉപകരണം ആണെങ്കിലും അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ അറിവുണ്ടാക്കിയെടുക്കുക. എങ്ങനെയൊക്കെയാണ് ആ പാരന്റൽ കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്തോ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മളത് പഠിക്കുക എന്നുള്ളതാണ്.
അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഉള്ള ഈ ഒരു ജനറേഷനിൽ ഇപ്പൊ ഈ ഒരു ഡ്രഗ്സിന്റെ യൂസേജ് അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ചൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ടേംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതെവിടെയും കേട്ടിട്ടുണ്ടോ, നിങ്ങളുടെ സുഹൃത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ അവരെ നേരത്തെ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞില്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്, അപ്പൊ മോൻ ഇങ്ങനത്തെ ടേംസ് എവിടെന്നെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇപ്പൊ ഒരു കുട്ടി പറയണ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് എന്ന് നമ്മളടുത്ത് വന്ന് പറയുമ്പോൾ എനിക്കറിയാം നീ അത് കാണും എന്നുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ, അതായത് ഡിഫെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളടുത്ത് വന്നിട്ട് സംസാരിക്കില്ല, ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല. അപ്പൊ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്ലീപ്പ് പാറ്റേൺസിൽ ഇപ്പം ഈ പറഞ്ഞ പ്രകൃതിയായിട്ട് അല്ലെ, നേരത്തെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ചില ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന, ഇപ്പൊ ജോയിന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്ലീപ്പ് ഒക്കെ കൂടാം. അതേപോലെ ഇപ്പൊ MDMA ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അവര് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടൊക്കെ കളിക്കും. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, ഇപ്പം സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ നാവിന്റെയും ചുണ്ടിന്റെയും ഒക്കെ മൂവ്മെന്റ്സ് ഭയങ്കര എന്താ പറയാ, അവര് നാക്കും ചുണ്ടും ഒക്കെ കൊണ്ട് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ വിറപ്പിച്ചൊക്കെ കളിക്കും. അപ്പൊ അതേപോലെ തന്നെ അവരുടെ കണ്ണ് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരുടെ മൂവ്മെന്റ്സ്, സ്ലീപ്പ്, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടെ, അപ്പൊ പണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ സ്മെല്ലിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് സ്മെല്ലിലൂടെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ബിഹേവിയറൽ ചേഞ്ചസ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ റിസ്കി ബിഹേവിയേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഒന്നുകൂടെ പറയുക. എന്താണ് ഒന്നുകൂടെ പറയേണ്ടത്? ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ ആക്കേണ്ട പാരന്റിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാന്നുള്ളതാണ്. നമുക്ക് ഇപ്പൊ പല കാര്യങ്ങളും പണ്ടൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് ഉപദേശത്തിനൊന്നും നിന്ന് തരില്ല അല്ലെ. നമ്മൾ എന്തെങ്കിലും പറയാൻ പോയി അവർക്കറിയാം, ആദ്യം ഒരു 5 മിനിറ്റ് ഒക്കെ കേട്ടിരുന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ പറയും, നേരത്തെ പറഞ്ഞു ക്ഷമ കുറവാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഉപദേശം ഒന്നും കേൾക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികളായിരിക്കില്ല. അപ്പൊ നമുക്ക് ഉപദേശിച്ച് ഇതൊക്കെ അവരിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല. അപ്പൊ നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ ഏതാന്നുള്ളതും കൂടെ, പേരറിയാത്ത മിഠായികൾ, ഓക്കെ, കുറെ എണ്ണം ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ചാറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ ഏതാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ പറയില്ലേ ജെന്റിൽ പാരന്റിങ്, ജെന്റിൽ പാരന്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ജെന്റിൽ പാരന്റിങ്? എന്താണ് ജെന്റിൽ പാരന്റിങ് കേട്ടിട്ടുണ്ടോ? അപ്പൊ കുറച്ചും കൂടെ ഒരു പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പലരും പറയും ഇപ്പൊ നല്ലതുപോലെ പെരുമാറും. ഓക്കെ, നമ്മൾ ചൂടായി പറഞ്ഞിട്ട് കാര്യം, നമുക്ക് അടിക്കാൻ പറ്റില്ല, അവരെ ഫ്രീ ആയിട്ട് വിടാനും പറ്റില്ല. അതായത് നമ്മൾ ഇതിന്റെ ഒരു മിഡിലിൽ നിന്നിട്ട് അവരെ പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളത്, അവരിലെ എംപതി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, നല്ല സ്വഭാവശീലങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഏജ് വൈസ് ആയിട്ടുള്ള ഇമോഷണൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സോഷ്യൽ ഡെവലപ്മെന്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ശീലം പലപ്പോഴും പാരന്റ്സിൽ കണ്ടുവരാറുണ്ട്. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിർബന്ധിക്കുക, നമ്മൾ പുറകെ നടന്ന് പറയാന്ന് പറയില്ലേ, ഇപ്പൊ ഫുഡ് എടുത്തിട്ടില്ലെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലേ വേഗം പഠിക്കും, അതേപോലെ തന്നെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്സ് എടുത്ത് വെക്കുക. ചിലപ്പോ 10 പ്രാവശ്യമൊക്കെ പറയും. ആദ്യം ചിലപ്പോ ഒരു പ്രാവശ്യം ആയിരിക്കും പറഞ്ഞത്, പിന്നെ കുഞ്ഞെന്ത് ചെയ്യും, പറയാൻ ആളുണ്ടല്ലോ, അപ്പൊ 2 പ്രാവശ്യം ചിലപ്പോ നമ്മൾ പറയും, 5 പ്രാവശ്യവും 10 പ്രാവശ്യം. അപ്പൊ പലപ്പോഴും പറയാറുണ്ട്, പറഞ്ഞാലേ അവര് പല്ല് പോലും തേക്കുള്ളൂ എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ കുട്ടികളില്? ഇത് പുറകെ നടന്ന് പറഞ്ഞാലേ അവര് കാര്യം ചെയ്യുള്ളൂ.
യെസ്, ഓക്കെ. അപ്പൊ ഇതിന് നാഗിങ് എന്നാ പറയാ, നാഗിങ്. അതായത് 5 പ്രാവശ്യം പറയണം പല്ലേക്കണമെങ്കിൽ, 10 പ്രാവശ്യം പറയണം കുളിക്കണമെങ്കിൽ, സ്കൂളിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് എടുത്തു വെക്കണമെങ്കിൽ ഒരു 5-6 പ്രാവശ്യം പറയണം. ഓക്കെ, ഈ ഇഷ്യൂസ് നേരിട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ, ഇത് നമ്മൾ പറയുന്തോറും അത് സിവിയർ ആയി പോകുന്നു തോന്നുന്നുണ്ടോ? അതായത് നമ്മൾ ഈ പറയുന്നതിനനുസരിച്ച് അത് വഷളാവാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട് അല്ലെ? ഓക്കെ, ഓക്കെ. അതായത് നമ്മള് പലപ്പോഴും ആസ് എ പാരന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പറഞ്ഞിട്ടേ ചെയ്യൂ എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ശീലമായി മാറിക്കഴിയും. അതായത് എനിക്കിപ്പോ ഒരാൾ ഇവിടെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനുണ്ട്, അപ്പൊ ഞാൻ സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന നിർത്തും. അപ്പൊ ഒരു 10 മിനിറ്റ് എങ്കിലും അതിന്റെ ഒരു ഡിസ്കംഫേർട്ട് ഞാൻ അനുഭവിച്ചാലേ ഞാൻ അത് ചെയ്യാണ്ടിരിക്കുള്ളൂ. അപ്പൊ അതായത് ഭക്ഷണം കൊണ്ടുപോയില്ല, സ്കൂളിൽ കൊണ്ടുപോയില്ല, കുറച്ച് സമയം വിശന്നിരുന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നാളെ ഞാൻ ആ ഫുഡ് എടുത്തു വെക്കുള്ളൂ. അപ്പം അങ്ങനെ കുഞ്ഞ് ആ കോൺസിക്വൻസ് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാരന്റ്സ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അയ്യോ എന്റെ കുഞ്ഞിന് ഇങ്ങനെ ചെയ്ത് അയ്യോ അത് വരണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ റോൾ എടുക്കും. അപ്പൊ ഈ പ്രഷർ ആർക്കാ വരിക? കൂടുതൽ പ്രഷർ ആർക്കാ ഉണ്ടാവുക? കുട്ടിക്കാണോ രക്ഷിതാവിനാണോ ഉണ്ടാവുക? അമ്മ, അല്ലെ? അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ സ്കൂൾ ബസ് മിസ്സാവും, അതായത് 8 മണിയാവുമ്പം ഒരുങ്ങി ഇറങ്ങിയിരിക്കണം. പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യില്ല, ഒരു 7:45 ഇങ്ങനെ ഇരിക്കും. അപ്പം പാരന്റ് എന്താ ചെയ്യാ, ഇതിപ്പോ ടിഫിൻ ബോക്സ് എടുത്ത് വെക്കുന്ന, ബുക്ക് എടുത്ത് വെക്കുന്ന, ഇതെല്ലാം എടുത്തു വെച്ചിട്ട് 8 മണിയാവുമ്പോ കറക്റ്റ് എന്ത് ചെയ്യാ, ബസ്സിൽ കയറ്റി വിടും. അപ്പൊ ഇത് കുഞ്ഞിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ശീലമായി, കുറെ ദിവസം കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് ഇത് ശീലിച്ചു വന്നൊരു കുഞ്ഞാണ്. അപ്പൊ പോകുന്നത് കുട്ടിയാണ് സ്കൂളിലേക്ക് എന്നുള്ളൂ, പക്ഷെ മെന്റലി ആരാ പോകുന്നത് സ്കൂളിലേക്ക്? പാരന്റ് ആണ്. അന്നാ കുഞ്ഞ് സ്കൂളിൽ പോയില്ലെങ്കിൽ പാരന്റിനാണ് ആങ്സൈറ്റി കൂടുതൽ ഉണ്ടാവുക. ആ റോൾ നമ്മൾ ഇത്രയും പുഷ് ചെയ്യുന്ന ആ റോളിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ നമ്മുടെ ആങ്സൈറ്റി കുറയും അല്ലെ? പലപ്പോഴും രക്ഷിതാക്കളുടെ ഈ ഒരു അമിതമായിട്ടുള്ള ആങ്സൈറ്റി കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ കുഞ്ഞുങ്ങളിൽ അവർ ഇൻഡിപെൻഡന്റ് ആവുന്നില്ല, അവർ സ്വയം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. അവര് ഒരു ഓട്ടോണോമി ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറെയൊക്കെ കോൺസിക്വൻസസ്, അതായത് അപകടം പറ്റുന്ന രീതി എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക, പ്രത്യേകിച്ച് ഒന്നും പറ്റില്ല. അപ്പൊ ആ ഒരു കോൺസിക്വൻസ് അനുഭവിക്കാൻ അവരെ വിടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഹൈജീൻ ഒക്കെ നമ്മൾ പാരന്റൽ കൺട്രോൾ ഒക്കെ വെച്ചിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളിൽ പാരന്റെങ്കിലും നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ എന്താണ്, ഇത് റെഡ് ഫ്ലാഗ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പൊ ഇവിടെ വരുന്ന ഒരു പാരന്റ് പറഞ്ഞു, കുട്ടി അടിപൊളിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, വാശിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഇരുന്ന സമയത്ത് എന്ത് ചെയ്തു, രക്ഷിതാവ് കൂടെ ഇരുന്നില്ലെങ്കിൽ കുട്ടി ഭയങ്കര വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി, ഡോറൊക്കെ അടിച്ചു പൊളിച്ചു, അതായത് ഒരുപാട് ഡോറിനൊക്കെ ഇട്ട് കുത്താൻ തുടങ്ങി. അപ്പോഴും രക്ഷിതാവ് അതൊരു റെഡ് ഫ്ലാഗ്, അയ്യോ എന്റെ കുഞ്ഞ് കാണിക്കുന്നത് ഒരു മോശം സ്വഭാവം ആണല്ലോ എന്നുള്ളത് അവിടെ തിരിച്ചറിയുന്നില്ല. അത് നോർമൽ ആയിട്ടേ കരുതുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ ബിഹേവിയർ എന്താണ്, ഒരു മോശമായിട്ടുള്ള പെരുമാറ്റം എന്താണ് എന്നുള്ളത് ആദ്യം നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റണം. അപ്പം കുട്ടികളിൽ നമ്മൾ കാണുന്ന മോശം ബിഹേവിയർ എന്തൊക്കെയാ, മോശം പെരുമാറ്റ രീതികൾ എന്തൊക്കെയാ? ദേഷ്യം, വാശി, അല്ലെ, അനുസരണക്കുറവ്. ഇതൊക്കെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു എക്സ്പേർട്ടിന്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട രൂപത്തിലേക്കൊക്കെ വരും. അപ്പം ഈ ഒരു റുട്ടീനും ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊണ്ടുവരിക, ഡിസിപ്ലിനിലേക്ക് എത്തിക്കുക, അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആക്കുക എന്നൊക്കെ ഉള്ളതാണ് ആസ് എ പാരന്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. പലപ്പോഴും ഈ പറഞ്ഞ ഒരു ബോണ്ട് കുഞ്ഞുമായിട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ ഇമോഷൻസ് ഒക്കെ ഓപ്പൺ ആയിട്ട് അവർ എക്സ്പ്രസ് ചെയ്യും. പലപ്പോഴും അവർക്ക് അവരുടെ ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും മറ്റ് ബിഹേവിയർ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ സങ്കടം വന്നാല് ദേഷ്യപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? സങ്കടം വന്നാൽ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? നമ്മളെ കൂട്ടത്തിൽ തന്നെ, പാരന്റ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവില്ലേ അല്ലെ? ഉള്ളില് പലപ്പോഴും സങ്കടമായിരിക്കും, പക്ഷെ അത് പുറത്തേക്ക് വരെ എന്തായിട്ടായിരിക്കും, ആങ്കർ, ദേഷ്യമായിട്ടായിരിക്കും പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ
ഇപ്പൊ ചെറിയ കുഞ്ഞാണെങ്കിൽ തന്നെ നമ്മള് ഓരോ ഇമോഷൻ ഓരോ പ്രായത്തിനനുസരിച്ച് അവരെ എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതുണ്ട്. അപ്പൊ ഒരു 5 വയസ്സായ കുട്ടിയാണെങ്കിൽ അവര് വന്നിട്ട് പറയുന്നില്ല ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പൊ ഞാൻ ക്ലിനിക്കിൽ വന്നൊരു കുട്ടിക്ക് ഒരു ടാസ്ക് കൊടുത്തു, ഫീലിങ്സ് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഓരോ ദിവസവും ആ ഫീലിങ്സിന്റെ പേര് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ആദ്യത്തെ ആഴ്ചയിൽ പ്രത്യേകിച്ച് സാഡ് അല്ലെങ്കിൽ ഹാപ്പി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അടുത്ത സെഷനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ സാഡ് എന്നുള്ളിടത്ത് വരച്ചു, ഹാപ്പി എന്നുള്ളിടത്ത് വരച്ചു. അപ്പൊ 2 ഫീലിംഗ് മാത്രമേ അതില് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നെക്സ്റ്റ് സെഷനിൽ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉള്ളത് എന്നുള്ളത് പാരന്റ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ കുഞ്ഞും രക്ഷിതാവും തമ്മിലുള്ള ഒരു ബോണ്ട് അവിടെ കുറച്ചും കൂടെ കൂടുകയാണ്. ഓപ്പൺ ആയിട്ട് ഫീലിങ്സ് അവിടെ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പം എനിക്ക് സങ്കടമാണ്, എനിക്ക് ഫ്രസ്ട്രേഷൻ ആണ്, എനിക്ക് ടെൻഷൻ ആണ്, ഇത്രയും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി, ഇങ്ങനെയുള്ള ഇമോഷൻസിന്റെ പേര് ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ സ്മൈലി വെച്ചിട്ടൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഓരോ ആളുകൾക്കും അത് പറയാൻ പറ്റണം. അപ്പൊ എനിക്ക് ടെൻഷൻ വന്നു, അപ്പൊ ടെൻഷൻ വന്നാൽ ടെൻഷൻ എങ്ങനെ കോപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. സങ്കടം വന്നാൽ സങ്കടം എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, സങ്കടം എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, കരഞ്ഞിട്ടല്ലേ. അപ്പൊ പല കുട്ടികളടുത്ത് നമ്മൾ പറയും കരയുമ്പോഴേക്ക് കരയല്ലേ, കരച്ചിൽ നിർത്തുക എന്നുള്ളത് പറയും. പക്ഷെ അത് വെന്റിലേറ്റ് ചെയ്യാൻ നമ്മൾ അവരെ അനുവദിക്കുക. ഓരോ ഇമോഷൻസും കറക്റ്റ് ആയിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് എക്സ്പ്രസ് ചെയ്യാൻ അവരെ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ക്വാളിറ്റി ടൈം അവരെ കൂടെ സ്പെൻഡ് ചെയ്യാം. ഇപ്പൊ നമ്മള് പാരന്റ്സ് പലപ്പോഴും പറയും ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവര് നിർത്തൂല, കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം അവരിരുന്ന് കളിക്കുന്നുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവര് പറയുന്ന കാര്യം ശരിയാണ്, ഇത് കുഞ്ഞിന് കൊടുക്കാൻ ടൈം ഇല്ല, കുഞ്ഞവിടെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പല ഗെയിംസും ആയിട്ട് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹാഫ് ആൻ അവർ ഫോൺ യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയണപ്പാ നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ഗെയിം കളിക്കുക, ഒരു പസില് ചെയ്യാം, പസില് സോൾവ് ചെയ്യാം പാരന്റും കുട്ടിയായിട്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും പസിൽസ് യൂസ് ചെയ്യാറുണ്ടോ? ഈ ഒരു ഫോണിന് നമ്മൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ കൊടുക്കാൻ വേണം. എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ആ ഓപ്ഷൻ, എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ? ഞാൻ ചെയ്യാറുള്ളതേ, പിന്നെ കുട്ടി ഫോണിൽ കളിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ ആ ഫോണാണ് വലിച്ചു കഴിഞ്ഞാല് അതൊരു നെഗറ്റീവ് ആയിട്ട് വരും, കുട്ടികൾക്ക് ദേഷ്യം കൂടുക ചെയ്യാം. അതിനനുസരിച്ച് ഞാൻ കുട്ടിയുടെ അടുത്ത് പോയിരിക്കും. എന്റെ കുട്ടിക്ക് ഇഷ്ടമുള്ള 2 കാര്യങ്ങളാണ് ഇപ്പൊ എന്റെ അറിവിലുള്ളത്. ഒന്ന്, കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിലോ അല്ലെ പുഴയിലോ വെള്ളത്തിൽ പോയി ചാടുന്നത്. രണ്ടാമത്തെ കാര്യം കുട്ടിക്ക് ചിത്രം വരക്കുന്നത്. അപ്പൊ ഞാൻ അടുത്ത് പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് നാളെ ഇപ്പൊ സ്കൂള് ലീവല്ലേ, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയാലോ, അല്ലെങ്കിൽ പുഴയിൽ പോയാലോ, വെള്ളത്തിൽ ചാടിയാലോ, അപ്പൊ നീ ഏത് ഡ്രസ്സ് ഇടുക, അങ്ങനെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ കുട്ടിയുടെ മൈൻഡ് ഇങ്ങനെ മെല്ലെ ഇങ്ങോട്ട് നമ്മളോടത്തേക്ക് വരും. അത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ്, ചിലപ്പോൾ അരമണിക്കൂറിന്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് കുത്തി ചോദിക്കുമ്പോൾ ആ കുട്ടി അറിയാതെ തന്നെ ആ മൊബൈലിലേക്കുള്ള ശ്രദ്ധ നമ്മളേക്ക് ഇങ്ങനെ മാറി മാറി വരും. ഇങ്ങനെ ഓരോന്നാ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം എല്ലാത്തിനും നമ്മൾ ചെയ്യേണ്ടത് ഏജ് അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതൊരു മെമ്മറി ഗെയിമാണ്. അപ്പം ഇത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച്, അപ്പൊ അത് പാരന്റിനും കുട്ടിക്കും കൂടെ കളിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൽ കുറെ കളേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഡൈസ് കുലുക്കിയിടുന്നു. അപ്പൊ ഇതില് ഫസ്റ്റ് എടുത്തത് വൈറ്റ്. ഓക്കെ, ഇതിൽ പല കളേഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പൊക്കി നോക്കുന്നത് ഇപ്പൊ വൈറ്റ് ആണ്, അപ്പൊ ഇതിൽ വീണിട്ടുള്ളത് ബ്ലൂ ആയിരുന്നു, അപ്പൊ വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇത് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കുട്ടിയാണെങ്കിൽ അടുത്തത് പാരന്റിന്റെ, അപ്പൊ നിങ്ങളുടെ ഒരു ചാൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഡൈസ് കുലുക്കിയിട്ടു. ഓക്കെ, യെല്ലോ ആണ് വീണത്, അപ്പൊ യെല്ലോ ഗ്രീൻ ആവുന്നത്, അപ്പൊ അത് അവിടെ തന്നെ വെച്ചു. ഓക്കെ, അപ്പൊ ആദ്യം വെച്ച വൈറ്റും ഈ പറഞ്ഞ ഗ്രീനും നമ്മുടെ മെമ്മറിയിലുണ്ട്. അപ്പൊ അടുത്തത് വീണ്ടും വൈറ്റ് വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും, ഇത് ഓർത്ത് വെച്ച ആൾക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള, ഇത് മാത്രമല്ല ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പൊ ചാലഞ്ചിങ് ആയിട്ടുള്ള പല ഗെയിംസിന് ഇപ്പൊ കോസ്റ്റ് കുറവാ, ഒരുപാട് പൈസ വരുന്നൊന്നുമില്ല, കാർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള പല ഗെയിംസും ഉണ്ട്. അപ്പൊ ഇത് അവരുടെ കോൺസെൻട്രേഷനും മെമ്മറിയും ഒക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അതായത് ഈ ഒരു ബ്രേക്കില് ഇപ്പൊ ഒരു ഹാഫ് ആൻ അവർ ഫോൺ കണ്ടു കഴിഞ്ഞു, അപ്പൊ അടുത്തൊരു ബ്രേക്കിന്റെ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു അറ്റൻഷൻ കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. നമ്മൾ പറയില്ലേ
കോൺസെൻട്രേഷൻ കുറവാണ്, ഇപ്പൊ ഫോണൊക്കെ നോക്കുന്നതുകൊണ്ട് അറ്റൻഷൻ സ്പാൻ ഒക്കെ കുറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ചാലഞ്ചസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള പസിൽസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്പൊ പറയാണ്, അപ്പൊ ഒരു ആങ്കർ മാനേജ്മെന്റ് കിറ്റ് ഉണ്ട് എന്റെ കയ്യില്. ഓക്കെ, അതായത് ആങ്കർ വരുന്ന സമയത്ത് എനിക്ക് എടുത്തു കൊടുക്കാൻ ഒരു സാധനം ഉണ്ട്. അത് ചിലപ്പോൾ കുറച്ച് സ്മൈലീസ് ആയിരിക്കും. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ സ്മൈലി, ഈ ഇമോഷൻ ടിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ദേഷ്യം വന്ന സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ ഇടിച്ചു പൊട്ടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കത് വേർബലൈസ്, അതായത് പറയണം അവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കുത്തി വരച്ചാൽ മതിയാവും. അപ്പൊ ഈ ഒരു സാധനം എന്ത് ചെയ്യും, ദേഷ്യം വരുന്ന സമയത്ത് എടുത്തു കൊടുക്കും. അപ്പൊ ചിലപ്പോൾ പേപ്പർ കീറിയാൽ മതിയാവും. ഓക്കെ, ചിലപ്പോ കുറെ എണ്ണം ഇങ്ങനെ കുലുക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാല് ആ സമയത്ത് യൂസ് ചെയ്യാനുള്ള ഒരു ടിപ്പാണ്. ഒരു 5 ടിപ്സ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം എടുത്തു. അപ്പൊ കിച്ചണിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരിക, ഇതായിരിക്കും അതിലുണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഇമോഷനും നമ്മൾ എന്ത് ചെയ്യണം, കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കേപ്പബിൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ശീലിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ സങ്കടം വന്നു, മറ്റു വഴികളിലേക്ക് അവർ പോവില്ല. സങ്കടം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അവർ പഠിക്കും. ഇപ്പൊ ലോൺലിനെസ്, ഇപ്പൊ ഒറ്റപ്പെടൽ വന്നു, ബോറടി വന്നു, ബോറടിച്ചു കഴിഞ്ഞാല് ബോറടി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അവർ പഠിക്കുള്ളൂ. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള അവരുടെ സൈഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് ഇതിനുള്ള ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ലേക്ക് എത്താൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്കത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ടാണ് 10 പ്രാവശ്യം പറഞ്ഞു, 20 പ്രാവശ്യം പറഞ്ഞു, എന്നിട്ടും കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതി പാരന്റ്സ് പറയാനുള്ള ഒരു റീസൺ അതുകൊണ്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ സേഫ് ആയിട്ട് അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഇതൊരു സ്പേസ് അവർക്ക് വേണം. ഇവിടെ ഞാൻ സേഫ് ആണ്, ഞാൻ എന്ത് പോയി പറഞ്ഞു കഴിഞ്ഞാലും എന്നെ ജഡ്ജ് ചെയ്യൂല, എന്നെ കേട്ടിരിക്കാൻ ആളുണ്ട്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തു, എന്ത് തെറ്റാണെങ്കിലും എനിക്ക് പോയി പറയാൻ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ധൈര്യമാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരന്റും ചൈൽഡും തമ്മിലുള്ള ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വീടുകളിൽ എന്നുള്ളത് ആലോചിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞുമായിട്ടുള്ള ബോണ്ട് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇതിലിപ്പോ മൈക്ക് തുറന്നിട്ട് ഞാൻ തന്നെ സംസാരിക്കണുള്ളൂ. അൺമ്യൂട്ട്, നിങ്ങൾ മ്യൂട്ട് ചെയ്തോളൂ. പല ആളുകളും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി. അതായത് കുട്ടിയുമായിട്ടുള്ള ബോണ്ട് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത്? റുട്ടീൻ പോലെ ഞാൻ ഡെയിലി ഇത് ചെയ്യാറുണ്ട്. അതായത് ഞാനും കുട്ടിയായിട്ടുള്ള ഒരു ബോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട് എന്നുള്ളത് എന്തൊക്കെയാണ്? ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നു, ഓക്കെ, വെരി ഗുഡ്. ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നു, കുറച്ച് സമയം അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഡേ ക്ലിനിക്കിൽ ഒരു പാരന്റും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ്, അപ്പൊ എനിക്ക് അവര് പാരന്റ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അത്ര ഒരു മിസ്സിംഗ് ഫീലോ അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ആ ഒരു ബോണ്ട് കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് ശരിയാണ്, അവർ ഒരുമിച്ച് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ ഈവൻ ഫുഡ് കഴിക്കുന്നത് പോലും ഇപ്പൊ അച്ഛനും അമ്മയും കുട്ടിയാണെങ്കിലും 3 പേരും 3 ടൈമിലാണ് ഫുഡ് കഴിക്കുന്നത്. ഇപ്പൊ ഇറ്റ്സ് ഓക്കെ, നമ്മള് പലപ്പോഴും നമുക്ക് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഓരോരുത്തരുടെ ഷെഡ്യൂൾ ഓരോ രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു നേരെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ആ ഒരു ബോണ്ട് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പറയില്ലേ, കുട്ടിയുടെ ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളത്. ഇപ്പൊ ഹസ്ബൻഡിന്റെ ലവ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയായിരിക്കും, വൈഫിന്റെ ലവ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പാർട്ട്ണറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ കുട്ടിയുടെ ലവ് ലാംഗ്വേജ്, അതായത് കുട്ടിക്ക് ആ ഒരു ലവ് ഫീൽ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് എന്നുള്ളതൊക്കെ പറയാറുണ്ട്, ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് അവരെ കെട്ടിപ്പിടിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല വാക്കുകൾ വിളിക്കുന്ന, അല്ലെങ്കിൽ മോനെ മുത്ത എന്നൊക്കെ വിളിക്കുന്നതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം. അപ്പൊ ഓരോ കുഞ്ഞിന്റെയും ആ ഒരു ലവ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളതൊക്കെ, അതായത് അവർക്ക് എന്താണ് ഇഷ്ടം, അതായത് പാരന്റിന് എന്നോട് സ്നേഹമുണ്ട് എന്ന് തോന്നുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് എന്നുള്ളതൊക്കെ ഓപ്പൺ ആയിട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു 10 to 30 minutes എന്തെങ്കിലും ഒരു ഒരുമിച്ച് ഇപ്പൊ നടക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട് ഒക്കെ ശീലമാക്കുക എന്നുള്ളതാണ്. ഹഗ്ഗിങ് ആൻഡ് കിസ്സിങ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഓക്കെ, ചാറ്റ് ബോക്സിൽ എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 to 30 minutes ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും വ്യായാമം ഒരുമിച്ച് ചെയ്യുക. അതായത് മൈൻഡും ബോഡിയും സ്ട്രോങ് ആക്കി വെക്കാൻ നമ്മൾ അവരെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മളും ചെയ്യുന്നുണ്ട്, അവരെയും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പാരന്റ്സ് സാധാരണ വർക്ക്ഔട്ട് ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളും അത് ഫോളോ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അവര് കണ്ടിട്ട് അത്, അപ്പൊ ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് പുഷപ്പ് ഒക്കെ പാരന്റ് എടുക്കുന്ന കണ്ടിട്ട് അതേപോലെ തന്നെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം വർക്ക്ഔട്ട്, ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ഹ്യൂമർ ഒക്കെ മിക്സ് ചെയ്ത് സംസാരിക്കുന്നത് പലപ്പോഴും കുട്ടികൾ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പൊ പല ഇഷ്യൂസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ കുട്ടീനെ അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം ജഡ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ കൂടെ നിന്ന് അവരുടെ പോസിറ്റീവ്സ് എന്താണ്, അവർ കാണിക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എല്ലാ തരത്തിലുള്ള ഇഷ്യൂസിനും നമുക്ക് ഈ പറഞ്ഞ പോലെ പരിഹാരമുണ്ട്. അപ്പം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ദേഷ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ചെയ്യേണ്ടത് ഇമോഷൻസ് അവരെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുക. ഇന്ന് ഇമോഷൻ ആണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇന്ന് ഇമോഷൻ വന്നാൽ ഇന്നത് ചെയ്താലാണ് എനിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ പലർക്കും പല രീതിയായിരിക്കും അല്ലെ. ദേഷ്യം വന്നു കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാല് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ TV ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പാട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് ദേഷ്യം വന്ന പാട്ട് കേൾക്കുമ്പോൾ ഒന്നും കൂടെ ദേഷ്യം കൂടെ ആയിരിക്കും. അപ്പൊ ഓരോ ആളുകളുടെയും കോപ്പിംഗ് സ്കില്ല് ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ, ഇപ്പൊ കുഞ്ഞിന് ഇത് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം കുഞ്ഞിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ രീതി അവർ പറഞ്ഞു തരും. അപ്പൊ അത് ഫോളോ ചെയ്യിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. കൂടുതലും വെക്കേഷൻ ടൈമിലാണ് ഇപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ കൂടാൻ സാധ്യതയുള്ളത്. അപ്പൊ എങ്ങനെ അവരെ എൻഗേജ്ഡ് ആക്കി നിർത്താം, എന്തൊക്കെയാണ് അവർക്ക് ഇപ്പൊ പലപ്പോഴും പല കുട്ടികളിലും നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും പല കഴിവുകളും ഉണ്ടാവും. അപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് പ്രോത്സാഹിപ്പിക്കാനൊക്കെ പലപ്പോഴും പറ്റാറുണ്ട്. അപ്പൊ വെക്കേഷനിൽ എങ്ങനെയൊക്കെ അവരെ എൻഗേജ്ഡ് ആക്കാം, എന്തൊക്കെ പ്രോഗ്രാംസ് അവർക്ക് വേണ്ടിയിട്ട് കണ്ടെത്തി കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടോ? ഇന്ന് കൂടുതൽ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എല്ലാം ഞാൻ അവിടെ എവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പറഞ്ഞില്ല. ടൈമിന്റെ ഒരു കുറവുകൊണ്ടും കൂടെ ഞാൻ എല്ലാം അവിടെ എവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മാഡം ഞാൻ എന്താ അറിയോ, പെട്ടെന്ന് ഞാൻ വേറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ്. പെട്ടെന്ന് പറയാം, പെട്ടെന്ന് ചോദിക്കാം. ഈ പറയുന്ന സമയം കൊണ്ട് പറയാം. ഒന്ന്, ഇപ്പൊ കുട്ടികൾക്ക് വാശി കുട്ടികൾ പറഞ്ഞ യൂണിഫോം ഇടൂല, അതൊക്കെ അമ്മമാരെന്നെ ചെയ്തു കൊടുക്കണം എന്ന് ഒന്ന് പറഞ്ഞു. രണ്ടാമത്തെ, കുട്ടികളെ ഈ മൊബൈൽ ഫോണിന്റെ ഞാനിപ്പോ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വാശി, ഈ ഫസ്റ്റത്തെ ഒന്നാമത്തെ കാര്യം തന്നെ മെയിൻ ആയിട്ടുള്ളത്, ഈ കുട്ടികൾ അവരെ അമ്മ അല്ലെങ്കിൽ അവർ സ്വന്തം എല്ലാതും ചെയ്യും. അമ്മ ഉണ്ടെങ്കിൽ അമ്മ ചീത്ത തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തുക്കും. ഇത് മാറ്റിയാണ് എന്താണ് വഴിയുള്ളത്? ഓക്കെ, ഇപ്പൊ നേരത്തെ ഞാൻ ഇതിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക നമ്മളെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴാണ്. പക്ഷെ അവിടെ കുഞ്ഞിന് അവരുടെ കഴിവുകൾ വികസിക്കാനുള്ള ഒരു അവസരം നമ്മൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രായത്തിലും ഇപ്പൊ 25 ആയിട്ടുള്ള ഒരാളുടെ പുറകെ നടന്ന് 5 വയസ്സുള്ള കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ 5 വയസ്സായിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ആ പ്രായത്തിലുള്ള പല കഴിവുകളും ഉണ്ട്. പലപ്പോഴും നമ്മൾ ചെറിയ കുട്ടിയല്ലേ, അയ്യോ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടാവില്ല, അല്ലെങ്കിൽ മദേഴ്സിൽ കൂടുതലൊരു ഗിൽറ്റ് ഫീൽ വരാറുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് കുറ്റബോധം. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവര് കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് അവരെന്നെ കണ്ടിട്ടുണ്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അവരത് കുഞ്ഞിന് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു കുറ്റബോധം, ഒരു ഗിൽറ്റ് ഫീല് പലപ്പോഴും പാരന്റ്സ് പറയാറുണ്ട്. അപ്പൊ
കുഞ്ഞിനെ വീട്ടിലാക്കി ഞാനൊന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ കുറ്റബോധം അടിക്കുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോ അച്ഛന്മാർക്ക് അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ കുട്ടീനെ വീട്ടിലാക്കി ട്രിപ്പ് പോവാൻ അതായത് ട്രിപ്പ് പോയി കഴിഞ്ഞാലും അവരുടെ മനസ്സ് എപ്പോഴായിരിക്കും? വീട്ടിൽ തന്നെ ആയിരിക്കും, കുഞ്ഞിന്റെ അടുത്തായിരിക്കും. അപ്പൊ ഈ ഒരു ഗിൽറ്റ് ഫീൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് ശീലിച്ച കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ ചെയ്യുന്നത് കുഞ്ഞിന് ദോഷമല്ല, കുഞ്ഞിന് നന്മയെ വരുള്ളൂ എന്നുള്ള തോട്ടില് അവരെ ഇൻഡിപെൻഡന്റ് ആക്കി അവരുടെ കാര്യങ്ങൾ അവർ സ്വയം ചെയ്യട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഇഷ്യൂസ് കുറയ്ക്കാന്നുള്ളതാണ്. വാശിയുടെ കാര്യം പറഞ്ഞത് നമ്മൾ പലപ്പോഴും എന്താണ് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം ഇത് വേർതിരിച്ചറിയാൻ പറ്റാതെ ഇപ്പൊ ചില കുട്ടികൾക്ക് നമ്മളെല്ലാം വാങ്ങിക്കൊടുത്ത് ശീലിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം. ചില കുട്ടികൾക്ക് അത് നീഡായിട്ടുണ്ടാവില്ല, പക്ഷെ ചില കുട്ടികൾക്ക് എന്തുണ്ടാവും, വാശിയായിട്ടൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ നെഗറ്റീവ് ബിഹേവിയർ കാണിച്ച് വാങ്ങിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നമ്മൾ എൻകറേജ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ കരഞ്ഞ് കാര്യം സാധിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ വീഡിയോസ് ആയിട്ടും നല്ല വീഡിയോസിന്റെ ലിങ്ക് ആയിട്ടൊക്കെ ഷെയർ ചെയ്തുതരാം. അപ്പൊ അതില് ചാറ്റ് ബോക്സിലും എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഞാൻ ADHD കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ കോണ്ടാക്ട് ഡിസോർഡർ, അതായത് കുട്ടികളിൽ പല സ്വഭാവ പ്രശ്നങ്ങളുണ്ട്. ഈ വാശി ദേഷ്യമൊക്കെ ഡെവലപ്പ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കോണ്ടാക്ട് ഡിസോർഡർ, ഓപ്പോസിഷണൽ ഡീവിയന്റ് ഡിസോർഡർ, ഈ കുട്ടികളിന്റെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളില്ലേ, അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന പല അസുഖങ്ങളും ഉണ്ട്. അപ്പൊ ഈ കുട്ടികളിലും ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് പല ടൈപ്പ് ഉണ്ട്. അപ്പം ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുക. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ പരിധിക്ക് പുറത്ത് അതിനേക്കാളും അമിതമായിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ലിമിറ്റിന്റെ അപ്പുറമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഒരുപാട് ക്ലിനിക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഒരു എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെയാണ് എന്ത് ചെയ്യുക, അയ്യോ കൊണ്ടുപോയി കഴിഞ്ഞൊരു പ്രശ്നമാണല്ലോ. പക്ഷെ ഓരോ ആളുകളുടെയും പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പൊ വെക്കേഷന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളെ അടിപൊളിയായിട്ട്, അതായത് നന്നായിട്ട് മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പാരന്റ്സിനും ട്രെയിനിങ് എടുക്കാവുന്നതാണ്. കുട്ടികൾക്കും ഒരുപാട് ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ രണ്ടുപേർക്ക് ഇൻവോൾവ് ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫറാൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മാം, ഒരു മിനിറ്റ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ മാം? ഒരു മിനിറ്റ്. ഓക്കെ. പാരന്റ്സിന്റെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഓക്കെ ആയിട്ട് നിർത്താൻ പറ്റില്ല. അപ്പം നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഏജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കാതെ ഉപരിയായിട്ട് ആദ്യം നമ്മൾ ഓക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗുഡ് ഈവനിങ് മാം. യെസ്, പറയൂ. ഈ മക്കളുടെ ഈ ഗെയിംസ് ഉണ്ടല്ലോ, അത് ഈ വെക്കേഷൻ കൂടി ആയപ്പോ കൂടുതലും ഫുൾ ടൈം അത് തന്നെ പറയാം. അതിൽ നിന്ന് ഒരു വിടുതല കിട്ടാൻ എന്താ? ഓൺലൈൻ ഗെയിംസ് ആണോ പറഞ്ഞത്? യെസ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് അവിടെ എൻഗേജ്ഡ് ആക്കി ഇരുത്തുക. അപ്പൊ 24 hours ഉണ്ട് അല്ലെ? എത്ര മണിക്കൂർ അവര് ഉറങ്ങും? 24 മണിക്കൂർ എത്ര മണിക്കൂർ അവർ ഉറങ്ങി തീർക്കും? മാക്സിമം ഒരു 10 മണിക്കൂർ കൂട്ടിക്കോ. 10 മണിക്കൂർ വെക്കേഷൻ കൂടി ആയപ്പോ 10 മണിക്കൂറൊക്കെ ഉറങ്ങും. ബാക്കി എത്ര മണിക്കൂറുണ്ട്? 14 മണിക്കൂറുണ്ട്. അത് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ ഇത്ര മണിക്കൂറേ ഞാൻ സ്ക്രീന് കൊടുക്കുള്ളൂ, ഇപ്പൊ 2 മണിക്കൂറാണ് കൊടുക്കുന്നത്, പക്ഷെ ബാക്കിയുള്ള 12 മണിക്കൂർ അവരെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻഗേജ്ഡ് ആക്കി വെക്കുക എന്നുള്ളൊരു പ്ലാനും കൂടെ നമുക്ക് വേണം. ഓക്കെ, അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ പല ക്ലാസ്സുകൾക്കും പല ക്യാമ്പുകൾക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. അതായത് വീട്ടിൽ ഫുൾ ടൈം ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്ത്, ഓരോ ടൈം എൻഗേജ്ഡ്. ഇപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാതെ അല്ലല്ലോ അവർ ഇരിക്കുന്നത്. ഫസ്റ്റ് അവർ എന്താണ്, സെക്കൻഡ് അവർ എന്താണ് അല്ലെ? ഓരോ മണിക്കൂറുകളും ഓൾറെഡി ടൈം ടേബിൾ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച്
വീട്ടിൽ നിന്ന് പ്രിപ്പയർഡ് ആയിട്ടാണ് കുട്ടികൾ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വെക്കേഷൻ ഇപ്പൊ 1 month ഉണ്ട്, അല്ലെങ്കിൽ 2 months ഉണ്ട്, ഒന്നര മാസം ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്യണം. എത്ര മണിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് 10 മണിക്ക് എഴുന്നേറ്റാൽ മതി എങ്കിൽ 10 മണിക്ക് എഴുന്നേറ്റാൽ മതി. പക്ഷെ ആ 10 to 11 എന്ത് ചെയ്യണം? 11 to 12 എന്ത് ചെയ്യണം? 12 to 1 എന്ത് ചെയ്യണം? ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ കുഞ്ഞുമായിട്ട് ഇരുന്ന് ഉണ്ടാക്കുക. സ്ക്രീൻ ടൈം, ഫോൺ യൂസ് ചെയ്യേണ്ട ഒരു ടൈം, അതിൽ ഏത് ടൈമാണ് നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പൊ അവരെ എൻഗേജ്ഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ. വേറെ എന്തെങ്കിലും? ഓക്കെ മാം, കഴിഞ്ഞായിരുന്നു അല്ലേ? ആ. എന്തായാലും നമ്മളുടെ സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഡയറക്ടർ ഉണ്ട്, ഷാബ്ര മാം. മാം ഓക്കെ ലിതു, പിന്നെ ചെറിയൊരു പ്രോഗ്രാമിലായതുകൊണ്ടാണ് പിന്നെ പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരുന്നു, വളരെ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസ് വളരെ ആക്റ്റീവായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഇടപെടുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നതും കണ്ടു. എന്തായാലും ഈ ഒരു സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മള് ലിതു ലാസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സിജി കേരളത്തിൽ മൊത്തം ആയിട്ടും എല്ലാ ജില്ലകളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. 3 days മൊബൈൽ ഫ്രീ, അങ്ങനെ തന്നെ പറയാം, നമുക്ക് മൊബൈൽ ഫ്രീ ഡേയ്സ് 3 days നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അത്രയും പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാമ്പാണ് നടക്കുന്നത്. അപ്പം എൻഗേജ് ചെയ്യിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സിജിയുടെ ക്യാമ്പുകളിലൊക്കെ മറ്റും പങ്കെടുപ്പിക്കുക എന്നുള്ളത്. എനിവേ, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാണ്, നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. ലിതു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. ഓക്കെ ടീച്ചർ. ഓക്കെ, എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു.